അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. നേരത്തെ നമ്മുടെ ഷീറ്റിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഉമ്മമാരും യുവാക്കളും പ്രായമുള്ളവരും ഒക്കെ അത് ഏറ്റെടുത്ത് അൽഹംദുലില്ലാഹ് ഒന്നും രണ്ടും അതുപോലെ തന്നെ ഒന്നിലേക്ക് 2-3 ആളുകളൊക്കെ കൂടി എല്ലാം കൂടെ കുറേ ആളുകളെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും ദുആ നടക്കും. നമ്മളൊക്കെ രാവിലെ തന്നെ വന്ന് ഇവിടെ ഇരിക്കുന്നവരാണ്. ഈ സമയം വരെ ഇവിടെ ഇരുന്ന ഇരുത്തം അല്ലാഹു തആല ദീനിൻ്റെ ഖിദ്മത്തിലായി ഉള്ള ഇരുത്തമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. اللهم صل وسلم وبارك على رسولك سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدل الأسرار الربانية وخزائن العلوم الاستفاعية صاحب القبضة الأصلية والبهجة السنية والرتبة العلية من اندرجت النبيون تحت لوائه فهم منه وإليه وصل وسلم وبارك عليه وعلى آله وصحبه عدد ما خلقت ورزقت وامت وحييت إلى يوم تبعث من نفنيت وسلم تسليما كثيرا والحمد لله رب العالمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا نجي الله. الصلاة والسلام عليك يا من خير خلق الله. الصلاة والسلام عليك يا رحمة للعالمين. خذ بأيدينا قلت حيلتنا أدركنا أغثنا انظرنا انظرنا يا حبيب الله يا رسول الله. أرحم الراحمين يا الملك الجبار يا الله. സാധുക്കളായ ഞങ്ങൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ നഈം എന്ന സ്വർഗ്ഗത്തിൽ ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങള്, വിശിഷ്യ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മക്കളടക്കമുള്ള എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, നിന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മുതബറക്കായ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ പൊരുത്തമുള്ള മജ്ലിസായി ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ദുആ ചെയ്യുമ്പോ ആമീൻ പറയുമ്പം ധാരാളം ആളുകളുടെ മനസ്സിൽ പല ജാതി മുറാദുകളുണ്ട് അല്ലാഹ്. ഈ പിഞ്ചു മക്കളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ദുആ ചെയ്യുമ്പോ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലാഹ്. ആ ദുആ നീ തട്ടിക്കളയാതെ റബ്ബേ ഞങ്ങൾക്ക് വേണ്ടത് മുഴുവനും ഈ മജ്ലിസിൽ നീ നൽകണം അല്ലാഹ്.
ഈ സമയത്ത് ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ ലിസ്റ്റ് വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും ഇവിടെ ദുആ വസിയത്തുകൾ നടത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ദുആ ചെയ്യുന്നില്ല, എല്ലാവരെയും അറിയുന്നവനാണല്ലോ അല്ലാഹ്. നീ ഞങ്ങളുടെ ഈ മജ്ലിസ് സ്വീകരിച്ച് ഖബൂലാക്കി റബ്ബേ, ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പാപികളാണ്, ദോഷികളാണ്, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളെ ജീവിതത്തിൽ വന്നു പോയ സർവ്വ തെറ്റുകൾക്കും റബ്ബാകുന്ന നീ മാപ്പ് തരണം അല്ലാഹ്. റബ്ബേ, നീ ഞങ്ങളെ കൈവഴിഞ്ഞാൽ മറ്റൊരു ഇലാഹിന്റെ അടുക്കലേക്ക് ഞങ്ങൾക്ക് പോകാനില്ലല്ലോ അല്ലാഹ്. നീ ഞങ്ങളുടെ ഇലാഹാണ്, ലാ ശരീക ലഹു വബദാലിക ഉമിർതു. നിനക്കൊരു പങ്കുകാരനില്ല, നീ പങ്കുകാരില്ലാത്ത ഏകനായ റബ്ബാണ്. ആ റബ്ബ് നീ ഞങ്ങളുടെ റബ്ബാണല്ലോ അല്ലാഹ്. സാധുക്കളായി ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ ഹായിബാക്കി തട്ടി മാറ്റല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങള് ഒരിക്കലും തെറ്റ് ചെയ്യാത്തവരല്ല, ജീവിതത്തിൽ തെറ്റ് വന്നു പോകുന്നവരാണ്. മഅ്സൂമീങ്ങളായ അംബിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന് നുഖ്സാനിയത്ത് വന്നു പോകുന്ന ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ ബലഹീനന്മാരാണ്, മനുഷ്യൻ നുഖ്സാനിയത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വന്നുപോയ തെറ്റുകൾക്ക് നീ മാപ്പ് നൽകുന്നവനാണ്. 100 മനുഷ്യന്മാരെ കൊന്ന റബ്ബേ, കൊന്ന ആളുകൾക്ക് നീ മാപ്പ് കൊടുത്തവനാണല്ലോ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ദോഷങ്ങൾ മുഴുവനും പുറത്തു തന്നൊരു ഉമ്മ വെച്ച മക്കളെ പോലെ കളങ്കമില്ലാത്ത നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമകളായ ആളുകളായി ഞങ്ങളെ ഈ മജ്ലിസിനെ വിട്ടുപിരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തില്, കുടുംബത്തില്, സഹോദരങ്ങളില് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നേരത്തെ സലാം ഉസ്താദ് പറഞ്ഞ ഉസ്താദിന്റെ ഉപ്പയടക്കം, റബ്ബേ എന്റെ ഉപ്പയടക്കം ഈ ഇരിക്കുന്നവരിൽ ഉപ്പമാര് മരണപ്പെട്ടു പോയവരുണ്ട്, ഉമ്മമാര് മരണപ്പെട്ടു പോയവരുണ്ട്, ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര് മരണപ്പെട്ടു പോയവര്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള് മരണപ്പെട്ടു പോയവരുണ്ട്. റബ്ബേ, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ധാരാളം ആളുകളുണ്ടല്ലോ റബ്ബേ, അവർക്കൊക്കെയും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണം അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ, ഞങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു, ചൂരൽമലയിലും മുണ്ടക്കയിലും ധാരാളം ആളുകളെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ജീവഹാനി നഷ്ടപ്പെട്ടവരുണ്ടല്ലോ അല്ലാഹ്. ഉമ്മമാര് നഷ്ടപ്പെട്ടു പോയവരും, ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, ഉറ്റവരുടയവര് നഷ്ടപ്പെട്ടു പോയവര് റബ്ബേ, അവരുടെ ചില ആളുകളുടെ ഒക്കെ അവയവങ്ങളല്ലേ കിട്ടിയിട്ടുള്ളത്. കൈകൾ കിട്ടിയവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും കിട്ടിയവര്. ഈ ഖബർസ്ഥാനിലടക്കം, മേപ്പാടിയുള്ള ഖബർസ്ഥാനിലടക്കം പല സ്ഥലങ്ങളിലും മറപ്പെട്ട് കിടക്കുന്നവരുണ്ടല്ലോ അല്ലാഹ്. എന്നാൽ കുറെ ആളുകളെ ആ ദുരന്തത്തിന് കിട്ടാതെ പ്രയാസപ്പെടുന്ന കുടുംബക്കാരുണ്ട് റബ്ബേ. ഇത് ഞങ്ങളുടെ ഉമ്മയുടെ ഖബറാണ്, ഉപ്പയുടെ ഖബറാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പോലും പറ്റാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹ്. അവരിലേക്ക് അവരുടെ മരണപ്പെട്ടു പോയ മയ്യത്തുകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിൽ പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്, മറ്റു കേന്ദ്രങ്ങളിലൊക്കെ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, നീ ക്ഷമ നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും ആ പ്രദേശങ്ങളെയും ഞങ്ങളുടെ പ്രദേശങ്ങളൊക്കെ നീ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഇത് നിന്റെ ഒരു പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണത്തിന് വിധേയമായത് എന്ത് കാരണങ്ങളെ കൊണ്ടാണോ അത് തിരുത്തിക്കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നന്നാവാനുള്ള അവസരം നീ ഒരുക്കി തരണേ അല്ലാഹ്, നീ ഒരുക്കി തരണമല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ റബ്ബേ നിന്നോട് ദുആ ചെയ്യുന്ന ദുആഇനെ ഖബൂലാക്കണമല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അതുപോലെ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും
ഈ നാട്ടിലും റബ്ബേ ഞങ്ങളോട് ദുആ കൊണ്ട് വസീത് ചെയ്തവരിലും എത്രയെത്ര രോഗികളാണ് വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവര്. നേരത്തെ ഇവിടെ വന്നപ്പോ ഒരു സഹോദരൻ വയറുവേദനയുമായി പ്രയാസപ്പെട്ട് ദുആ ചെയ്യണമെന്ന് അറിയിച്ചു. എന്റെ നാട്ടിലുള്ള ഒരു 5 വയസ്സായ ഒരു ചെറിയ മകള് ഹോസ്പിറ്റലിലാണുള്ളത്. ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഒരു പനി വന്ന് അതേ കാണിക്കാൻ കൊണ്ടുപോയതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 1 വർഷത്തോളം ഹോസ്പിറ്റലിലാണ്. രോഗം എന്താണെന്ന് ഡോക്ടർമാർക്കറിയില്ല. ഏത് രോഗമാണ്? അങ്ങനെ ആ രോഗം അറിഞ്ഞതിന് ശേഷമാണല്ലോ ചികിത്സ നടത്തേണ്ടത്. പക്ഷേ രോഗം പിടികിട്ടാത്തതിന്റെ പേരിൽ കുട്ടി ഇപ്പോൾ തടിച്ച് അതേ വിവർണമായ രൂപത്തിലാണുള്ളത്. അല്ലാഹുവേ നീ ശിഫ നൽകണം അല്ലാ, ശിഫ നൽകണേ അല്ലാ. അതുപോലെ മാരകമായ ക്യാൻസറിന് അടിമപ്പെട്ട ധാരാളം ആളുകളുണ്ട് റബ്ബേ. തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നതിന്റെ പേരിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവര്, തലക്ക് ക്യാൻസർ വന്നതിന്റെ പേരിൽ വേദന കൊണ്ട് പുളയുന്ന ആളുകള് റബ്ബേ, ഈ മാരകമായ ക്യാൻസർ ആർക്കൊക്കെ പിടിപെട്ടിട്ടുണ്ടോ നീ ഷാഫിയാണ് അല്ലാ, കാഫിയാണ് അല്ലാ, ശിഫാഇന്റെ ഔദാര്യമാണ് അല്ലാ. റഹ്മാനായ റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ, ഉപ്പാപ്പനെ കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. എന്റെ സ്വലാത്ത് ഗ്രൂപ്പിൽ ഒരു സഹോദരനുണ്ട്. 35 വർഷത്തോളമായി മരത്തിന്റെ മുകളിൽ നിന്ന് വീണ് കിടക്കുകയാണ്. ഇപ്പോഴും ബെഡിലാണുള്ളത്. കരഞ്ഞുകൊണ്ട് എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോ ആ സഹോദരൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: 35 വർഷമായി തങ്ങളെ ഞാൻ ഈ ബെഡിലാണ് കിടക്കുന്നത്. എനിക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇനിയെങ്കിലും എന്റെ പള്ളിയിലൊന്ന് പോയി 2 റക്അത്ത് നിസ്കരിക്കാൻ പൂതിയുണ്ട്. അതിനുവേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്യുന്ന സഹോദരൻ, ആ സഹോദരൻ ദിവസവും 5000-ഓളം സ്വലാത്ത് ചൊല്ലി എന്നെ അറിയിക്കാറുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണം അല്ലാഹ്, ഉപ്പാപ്പനെ കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ റബ്ബേ ഇരുന്ന് ആമീൻ പറയുന്ന ഓരോരുത്തരുടെയും നേറുന്ന പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പരിഹാരം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ സമയത്ത് ഈ സ്റ്റേജിൽ വെച്ച് പലരോടും ഞങ്ങൾ സംഭാവന ആവശ്യപ്പെട്ടപ്പോ ഒന്നും നോക്കാതെ അതിന് വേണ്ടി പണം തന്നവര് തിരിച്ചതിന്റെ ഇരട്ടി കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടല്ല, നിന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ മജ്‌ലിസിൽ ജാരിയായ സ്വതക്കയാണെന്ന് മനസ്സിലാക്കി സംഭാവന ആരൊക്കെ തന്നിട്ടുണ്ടോ റബ്ബേ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവർക്ക് നീ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇരുലോക വിജയികളിൽ പെടുത്തണേ അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ, ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികള് ഈ പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് റബ്ബേ. ഇതിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ ഉസ്താദുമാര് റബ്ബേ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഒരുപാട് യുവാക്കള് അല്ലാഹുവേ ഇതിനു വേണ്ടി ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നുണ്ട് അല്ലാഹുവേ. അർശിന്റെ തണല് നൽകണം അല്ലാഹ്. ഈ പള്ളി ആര് സഹായിക്കുന്നുണ്ടെങ്കിലും ആര് സഹകരിക്കുന്നുണ്ടെങ്കിലും അവരെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് വേണ്ടത് മുഴുവനും നീ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവര് ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട് അല്ലാഹുവേ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വർഷങ്ങൾ കാത്തിരുന്നപ്പോഴല്ലേ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൊടുത്തത്. ആ റബ്ബാകുന്ന നിനക്കുണ്ടോ ഒരു മക്കളെ കൊടുക്കാൻ പ്രയാസം? റബ്ബേ, ബഹുമാനപ്പെട്ടവരെ ബറക്കത്ത് കൊണ്ട്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാന്റെ ബറക്കത്ത് കൊണ്ട്, ഖാസിം വലിയുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ അവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഭാര്യമാര് ഗർഭിണികളായിട്ടുള്ളവര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ശിഫ റബ്ബേ, അവർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഓപ്പറേഷൻ കൊടുക്കല്ല അല്ലാഹ്, സിസേറിയൻ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നീ മക്കളെ നൽകിയിട്ടുണ്ടല്ലോ അല്ലാഹ്. ഈ മദ്രസയിൽ ധാരാളം മക്കള് പഠിക്കുന്നുണ്ടല്ലോ അല്ലാഹ്. ആ മക്കളെയൊക്കെ ദീനിന്റെ മക്കളാക്കണേ അല്ലാഹ്.
റബ്ബേ നല്ല സുന്നി മക്കളാക്കണേ അല്ലാഹ്, അദബുള്ള മക്കളാക്കണേ അല്ലാഹ്, അഖലും ഫഹമും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്, ദീനിന് ഉപകാരപ്പെടുന്ന നാടിന് ഉപകാരപ്പെടുന്ന മക്കളാക്കണം അല്ലാഹ്. ഞങ്ങളൊക്കെയും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളെ ഖബറിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് റബ്ബേ അസ്സലാമു അലൈക്കും യാ അബീ ഉമ്മി എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെയൊക്കെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, കൃഷിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ വഴികൾ തെളിയിച്ചു കൊണ്ടവരുടെ വീടെന്ന സ്വപ്നം നീ സാക്ഷാത്കരിച്ചു കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ മജ്ലിസിൽ ധാരാളം സ്ത്രീകൾ മക്കളുടെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ടല്ലോ അല്ലാഹ്. ഹബീബായ മുത്തുനബി തങ്ങളുടെ പത്നിമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ അവർക്ക് ഇനി ഒരിടം നൽകണം അല്ലാഹ്. സാധുവായ എന്നെ ദുആക്ക് ഇവിടെ ക്ഷണിച്ചത് റഹ്മാനായ റബ്ബെ ഏൽപ്പിച്ചിട്ടുള്ളത് നിന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ ഒരു പേരക്കുട്ടി എന്ന നിലക്കാണെങ്കിൽ ആ ഉപാധാരം മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു അല്ലാഹ്, നീ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണം അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് വിട്ടുപിരിയുന്നതിന്റെ മുമ്പായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. സ്ഥലം വിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്, നീ നല്ല നിലക്കത് വിറ്റുകൊടുക്കണേ അല്ലാഹ്. അതേ മറ്റുള്ളവരുടെ കയ്യിൽ സ്വന്തം പണം മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടു പോയതിന്റെ പേരിൽ അത് കിട്ടാതെ പ്രയാസപ്പെടുന്നവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ, അവർക്കത് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നീ നൽകണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്, തഖ്വ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ പെട്ടെന്നുള്ള മരണം തന്ന് ഞങ്ങളെ ഭാര്യമാരെ വിധവകളാക്കല്ല അല്ലാഹ്, മാതാപിതാക്കളെ മക്കളില്ലാത്തവരാക്കല്ല അല്ലാഹ്, കുട്ടികളെ യതീം കുട്ടികളാക്കല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരണം എന്നാണെങ്കിലും കൊണ്ട് ഒരു ദിവസം മരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ മരണം ഹൈറാകുന്ന ദിവസത്തിൽ ഹൈറാകുന്ന രൂപത്തിൽ ഹൈറിന്റെ രൂപത്തിലാക്കി തരണേ അല്ലാഹ്. ഒരിക്കലും ഞങ്ങളുടെ മരണം വെന്റിലേറ്ററിലാക്കല്ല അല്ലാഹ്, ഐസിയുവിലാക്കല്ല അല്ലാഹ്, നടു റോഡിലാക്കല്ല അല്ലാഹ്, നജസിൽ കിടന്ന് മരിക്കേണ്ട അവസ്ഥ നൽകല്ല അല്ലാഹ്, അറ്റാക്ക് നൽകി മരിപ്പിക്കല്ല അല്ലാഹ്. റബ്ബേ, നല്ലൊരു ദിവസം നല്ലവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റഹ്മത്തിന്റെ മലക്കിന്റെ സാന്നിധ്യത്തിലുള്ള മൗത്തിനെ തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിലേക്കങ്ങ് വെച്ച് ഖബർ ജീവിത കാലഘട്ടം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ മഹ്ശറാ വൻസഭയിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഇന്ന് 14 കോടിയിലധികം കിലോമീറ്ററുകൾ മേലെ ഉദിക്കുന്ന സൂര്യനെ ഒരു ചാണോ ഒരു മൈലോ മേലിപ്പിക്കുന്ന സന്ദർഭത്തിൽ വിയർപ്പിനാൽ മുങ്ങുന്ന ഞങ്ങളെ റബ്ബേ, ഒരു പിടിവള്ളി കിട്ടാൻ വേണ്ടി ഓരോ നബിമാരുടെക്കലേക്കും കൊണ്ടുപോകുമ്പോ ഓരോ നബിമാരുടെക്കലേക്കും ഞങ്ങൾ ഇങ്ങനെ ചെല്ലുമ്പോ ആ നബിമാരൊക്കെ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ തട്ടി തട്ടി മറ്റുള്ള നബിമാരുടെക്കലേക്ക് മാറ്റുന്ന സമയത്ത് റബ്ബേ, ഞങ്ങൾക്ക് പോകാനുള്ളത് ഒരു നേതാവിന്റെ അടുക്കലേക്കാണ്. അഷ്റഫുൽ വറാ തഹാ റസൂലുള്ളാഹി മുത്തുനബിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ ആപരാധി പറയുമ്പോ ആ ഇരുന്ന ഇരുപ്പിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അതേ ഇരുന്ന ഇരുപ്പിൽ നിന്ന് എഴുന്നേറ്റ് നിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരൊറ്റ സുജൂദങ്ങ് ചെയ്യുമ്പോ അവിടെ നിന്ന് നീ പറയുമല്ലോ, തങ്ങൾ എന്താണെങ്കിലും ആവശ്യം പറഞ്ഞോ എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഹബീബായ മുത്തുനബി തങ്ങളുടെ ശഫാഅത്ത് നൽകണം അല്ലാഹ്. അവിടത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അവിടത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്.
അവിടത്തെ സ്നേഹിച്ച ധാരാളം ആളുകളുണ്ട്. പക്ഷേ സാധുക്കളായ ഞങ്ങൾക്ക് ആ ഹബീബായ മുത്തനബിതങ്ങളെ വേണ്ടതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹ് ഓരോ സഹാബാക്കളും റസൂലുള്ളാഹിനെ സ്നേഹിച്ചത് ഓർക്കുന്ന സമയത്ത് റബ്ബേ എത്ര മഹാന്മാര് ഒരു സഹാബി റസൂലുള്ളാഹി വഫാത്ത് എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ ദുആണ് അല്ലാഹുമ്മ അഅമി ബസരി, എന്റെ രണ്ട് കണ്ണിനെയും കാഴ്ച നീ ഒന്ന് നഷ്ടപ്പെടുത്തി തരൂ അല്ലാഹ്. എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിയാത്ത കണ്ണ് വേണ്ട എന്ന് പറഞ്ഞു ദുആ ചെയ്തപ്പോൾ രണ്ട് കണ്ണും ആ സ്പോട്ടിൽ തന്നെ കാഴ്ച നഷ്ടപ്പെട്ട സ്വഹാബിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻപല്ല് ഒരു യുദ്ധത്തിൽ പൊട്ടി എന്ന് പറഞ്ഞപ്പോ തന്റെ മുൻപല്ല് കല്ലെടുത്തുകൊണ്ട് കുത്തിപ്പൊട്ടിച്ച് റസൂലുള്ളാഹില്ലാത്ത മുൻപല്ല് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ആ മുൻപല്ല് പൊട്ടിച്ച് കളഞ്ഞ മഹാന്മാരുണ്ട്. ഇങ്ങനെ എത്ര മഹാന്മാർ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു. പക്ഷേ സാധുക്കളായ ഞങ്ങൾക്ക് നീ എത്രമാത്രം അനുഗ്രഹങ്ങൾ തന്നിട്ട് ആ ഹബീബിനെ വേണ്ടതുപോലെ ഒന്ന് സ്നേഹിക്കാൻ പോലും കഴിയാതെ ഹതഭാഗ്യരായി കഴിയുന്ന ഞങ്ങൾക്ക് റബ്ബേ അവിടത്തോടുള്ള ഇഷ്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അവിടുത്തെ ആശയങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. റബ്ബേ ആ ഹബീബായ മുത്തനബി തങ്ങളുടെ ചാരത്തൊന്ന് പോയി റബ്ബേ ആ ഹബീബിന്റെ മുത്തനബിയുടെ അടുത്ത് പോയി അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നിർവൃതി അടങ്ങാനുള്ള വിശുദ്ധമായ ഉംറയ്ക്ക് ഉദ്ദേശിച്ചവർക്ക്, ഹജ്ജിന് ഉദ്ദേശിച്ചവർക്ക് നീ അതിനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്, നരകം ഹറാമാക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. صلى الله تعالى وسلم على خير سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.